ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വർത്തമാന ശബ്ദ കൂട്ടായ്മയിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കുവാൻ വലിയവനായിരിക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രകാരം ഒരവസരം നൽകിയ വർത്തമാനം ശബ്ദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദ്യമായിരിക്കുന്ന നന്ദിയും സ്നേഹവും കടപ്പാടും ദൈവനാമത്തിൽ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഇന്ന് നാം സഭയായിട്ട് ഹോശന്ന ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുകയാണ്. ആരാധനകളെ ആഡംബരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ആരവങ്ങൾ വിഴങ്ങുന്ന ഒരു കാലത്ത് സത്യ ആരാധനയുടെ വീണ്ടെടുപ്പാണ് ഹോശന്ന എന്ന് പറയുന്നത്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള ഘോഷയാത്ര എന്ന് പറയുന്നത്. ഹോശന്ന എന്നത് എബ്രായ ഭാഷയിലെ യാഷാത്ത എന്ന വാക്കിൽ നിന്ന് ആണ് രൂപപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത വലിയ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോടോ രാജാവിനോടോ സഹായത്തിനായി നിലവിളിപ്പാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണിത്. അതോടൊപ്പം യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ സമയത്ത് അൾത്താരയ്ക്ക് ചുറ്റും നടന്ന് സങ്കീർത്തനം 118 പാടുമ്പോൾ അവർ ഈ വാക്ക് ആവർത്തിക്കുമായിരുന്നു. യേശു കർത്താവ് അവസാനമായി യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. ഇതിന് മുൻപ് പല പ്രാവശ്യം യേശു അവിടെ പോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം അവിടെ തനിക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ ഇതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഹോശന്ന എന്ന ഉച്ചത്തിലുള്ള വിളി ധീര നേതാക്കളെ എതിരേൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമായോ സ്തുതിവാചകമായോ ആ കാലത്ത് മാറിയിരുന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിലവിളികളുടെ മുഴക്കം അവരുടെ ഹോശന്ന വിളികളിലുണ്ടായിരുന്നു. ഹോശന്ന എന്ന പ്രാർത്ഥന ജയഘോഷങ്ങളുടെ ആരവം ആയിരുന്നു എങ്കിലും ഹോശന്നയുടെ പരിസമാപ്തി കുരിശിലെ വിലാപങ്ങളിലും കുരിശിനെ കുറിച്ചുള്ള വിലാപങ്ങളിലും ആണ് അന്നത്തെ ജനം കണ്ടത്. ആരും അറിയാതെ രഹസ്യമായിട്ട് പട്ടണത്തിൽ പ്രവേശിക്കുകയും അവിടെ ഒളിവിൽ താമസിക്കുകയും ചെയ്യാമായിരുന്ന യേശുവിന് എന്നാൽ യേശു ക്രിസ്തു ഘോഷയാത്രയായിട്ടാണ് യെരുശലേം വീതിയിലേക്ക് പ്രവേശിച്ചത്. ആരിലും വളരെ വിസ്മയം ഉളവാക്കുന്ന ഒരു യാത്ര. ഒരു വലിയ സമൂഹം അവനെ പിൻപറ്റുന്നു. യേശുവിനെ ഇതിനോടകം കേട്ടവർ, കണ്ടവർ, അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ അവനിൽ പ്രതീക്ഷയർപ്പിച്ച് ഇപ്പോൾ രക്ഷിക്ക എന്നർത്ഥമുള്ള ഹോശന്ന എന്ന് ആലപിച്ച് അവനെ അനുഗമിച്ചു. അത് ആത്മീയമായിരിക്കുന്ന ഒരു ആലാപനത്തെക്കാൾ ഏറെ വൈകാരികമായിരുന്ന ഒരനുഭവമായിരുന്നു. മനുഷ്യഹൃദയങ്ങൾ തുറക്കുന്നതിനുള്ള ക്ഷണമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ധ്യാന ചിന്തകളാണ് ഈ ഹോശന്ന ഞായറാഴ്ച പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഹോശന്ന എന്ന് പറയുന്നത് സ്വന്തമായതിനെ വിട്ട് കൊടുക്കുന്നതാണ്. ഹോശന്ന സ്വന്തമായതിനെ വിട്ട് കൊടുക്കുന്നതാണ്. വാഹനമൃഗമായിട്ട് യേശു കഴുതയെ ആവശ്യമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അരികിലേക്ക് അയച്ച് അവരോട് പറയുന്നത്,
കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് ഉടയവനോട് പറയുവാൻ ആണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്. ടെൽ ഹിം that the master needs it. അതനുസരിച്ച് പ്രവർത്തിച്ച ശിഷ്യന്മാരുടെ അപേക്ഷ പ്രകാരം ചോദ്യമോ വൈമുഖ്യമോ കൂടാതെ കഴുതയെ വിട്ടുകൊടുത്ത വ്യക്തി ആരിലും അതിശയം ഉളവാക്കും. അദ്ദേഹത്തിൻ്റെ പേരുകളും മറ്റ് വിവരങ്ങളും അജ്ഞാതമാണ്. എന്നാൽ തിരുവചന വായനക്കാരുടെ മുമ്പിൽ എക്കാലവും തിളങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഈ കഴുതയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. നാമും കർത്താവിൻ്റെ ആഹ്വാനത്തിങ്കിൽ നമുക്കുള്ളവയെ സമർപ്പിപ്പാനായിട്ട് ഈ ഹോശന്ന ഞായറാഴ്ചയിൽ നമുക്ക് സാധിക്കണം. തൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിനായിട്ട് എപ്പോഴും കർത്താവ് നമ്മെ ആവശ്യപ്പെടുന്നു. അവിടെ അടിയനിതാ എന്ന് പറയുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത്. ഇവിടെ കഴുതയെ തൻ്റെ യജമാനൻ കർത്താവിന് വേണ്ടി യാതൊരു ചോദ്യങ്ങളുമില്ലാതെ വിട്ടുകൊടുത്തതുപോലെ നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ആഴങ്ങളിൽ സമർപ്പിപ്പാൻ ഈ ഹോശന്നയിൽ സാധിക്കണം. രണ്ടാമതായിട്ട് തങ്ങളുടെ വസ്ത്രങ്ങൾ കർത്താവിന് വഴിയൊരുക്കുവാൻ സന്തോഷത്തോടെ നൽകിയവരാണ്. 4 സുവിശേഷകരും ഇത് പറയുന്നുണ്ട്. അതോടൊപ്പം മരച്ചില്ലകളും കുരുത്തോലകളും വിരിച്ചതായിട്ട് നാം കാണുന്നു. കർത്താവിന് സമസ്തവും സമർപ്പിക്കുന്നു എന്നാണ് വസ്ത്രം വിരിച്ചതിൽ കൂടെ അർത്ഥമാക്കുന്നത്. സകല ബഹുമാനങ്ങൾക്കും സകല സ്തുതികൾക്കും സകല ആരാധനകൾക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിൻ്റെ സംവിധാനത്തിൽ സമർപ്പിക്കുവാനായിട്ടുള്ള വലിയ ഒരാഹ്വാനം ഇന്ന് നമ്മളെ കേൾപ്പിക്കുകയാണ്. അതോടൊപ്പം അവന് വഴിയൊരുക്കുന്ന പദവിയും ലഭ്യമാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മാതൃക ഞാനും നിങ്ങളുമൊക്കെ ഈ ഹോശന്ന ഞായറാഴ്ചയിൽ സ്വീകരിപ്പാൻ തയ്യാറാവണം. ഇത് മനസ്സിലാക്കാതെയുള്ള ഹോശന്ന ആഘോഷങ്ങൾ അർത്ഥരഹിതമാണ്. ഈ ഹോശന്ന പെരുന്നാളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ട്. കർത്താവേ, അടിയനിതാ എന്ന് പറഞ്ഞ് സമ്പൂർണമായിട്ട് ദൈവസന്നിധിയിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഹോശന്നയെങ്കിൽ സാധിക്കണം. ആ സമർപ്പണത്തിൽ സാധിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് നാം മറന്നു പോകരുത്. 2, ഹോശന്ന എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശയാത്രയാണ്. ഹോശന്ന സമാധാനത്തിൻ്റെ സന്ദേശയാത്രയാണ്. രാജാക്കന്മാർ യുദ്ധത്തിനും യുദ്ധവിളംബരത്തിനും കുതിരയെ യാത്രാമൃഗമാക്കിയിരുന്നു. പ്രകാരമുള്ള യാത്രകൾ കാണുമ്പോൾ ജനം ഭയവിഹുലമായിട്ട് സംഭവിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് ഭീതി നിറഞ്ഞവരാകും. എന്നാൽ യേശു തിരഞ്ഞെടുത്ത യാത്രയുടെ മാർഗം തികച്ചും വ്യത്യസ്തമായിരുന്നു. സമാധാനപരമായിരിക്കുന്ന ആലോചനകൾക്കും ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കഴുതയെ വാഹനമൃഗമാക്കി സഞ്ചരിക്കുകയാണ്. കഴുത സമാധാനത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായിരുന്നു. പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടും തൻ്റെ സന്ദേശത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും അർത്ഥം വ്യക്തമാക്കുന്നതിനും യേശു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യേശുവിനെ ഒരു ഭൗതിക വിപ്ലവകാരിയായി പലരും ചിത്രീകരിക്കാറുണ്ട്. അവർ ഹോശന്നയിലെ യേശുവിൻ്റെ ഈ യാത്രയെ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41,
42 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ആർദ്രതയുള്ള രക്ഷകന്റെ ആഴമായിരിക്കുന്ന പ്രതിബദ്ധതയാണ് ഈ വാക്കുകളിൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്നത്. എന്നും ലോകം മാതൃകയാക്കേണ്ട വ്യത്യസ്തമായിരിക്കുന്ന ഒരു നേതൃത്വത്തിൻ്റെ ശൈലി, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനാലാണ് നിന്റെ സമാധാനത്തിന് ഉള്ളത് നീയും അറിഞ്ഞു എങ്കിൽ എന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നത്. രക്ഷകനായിരിക്കുന്ന യേശുവാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. അവൻ്റെ വാക്കുകളാണ് അതിനുള്ള മാർഗരേഖ. അതിനെ ലോകം കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ അധിമമായിരിക്കുന്ന മോഹങ്ങൾ, അധികാര ധാർഷ്ട്യങ്ങൾ ലോകത്തിൽ അസമാധാനമാണ് ഇന്ന് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഹോശന്ന എന്ന സംഭവം നാം ധ്യാനപൂർവം ആചരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും സമാധാനത്തിൻ്റെ വിത്തുകൾ വിതറാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. ഇരുളിൽ പ്രകാശഗോപുരങ്ങളായി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കാരമില്ലാത്ത ഉപ്പ് മാത്രമായിട്ട് ഞാനും നിങ്ങളും തീരും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉപ്പുള്ള, രുചി വരുത്തുന്ന, കാരമുള്ളതായി തീരുവാൻ വേണ്ടിയാ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അസ്വസ്ഥമായിരിക്കുന്ന സമൂഹത്തിന് സമാധാനമായിരിക്കുന്ന സന്ദേശം കഴുതപ്പുറത്ത് യാത്ര ചെയ്ത യേശു നൽകിയതുപോലെ നാമും സമാധാനത്തിൻ്റെ വാഹകരാകണമെന്ന് ദൈവം തമ്പുരാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ ഹോസന്ന ഞായറാഴ്ചയിൽ ആഗ്രഹിക്കുകയാണ്. ഹോസന്ന വെറുമൊരു ആചാരമായി തീരാതെ അർത്ഥപൂർണമാക്കുവാൻ ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നു. ലോകം വെച്ചു നീട്ടുന്ന സുഖ സൗകര്യങ്ങൾക്കും പുകഴ്ചയ്ക്കുമൊക്കെ അധീനരായിട്ട് യേശുവാകുന്ന സമാധാന മാർഗത്തിലൂടെ ജീവനിലേക്ക് ലോകത്തെ നയിച്ച് മുന്നേറുവാനുള്ള ശക്തിയാണ് ഈ ഹോസന്ന ഞായറാഴ്ചയിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനും അവനെ പിന്തുടരുവാനും അവൻ്റെ കൊടിക്കീഴിൽ സകല തിന്മകളോടും പോരാടുവാനും സർവ മനുഷ്യരെയും ലോകരക്ഷിതാവായ യേശുവിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുവാനും അവൻ നമ്മെ വിളിക്കുകയാണ്. ആ വിളി നാം കേൾക്കണമെങ്കിൽ കുരുത്തോലയ്ക്കും ഹോശന്ന വിളികൾക്കും പുറമെ തൻ്റെ വിയർപ്പിൻ്റെയും കുരിശിൻ്റെയും ഉയർപ്പിൻ്റെയും അനുഭവത്തിൽ ഞാനും നിങ്ങളും പങ്കുകാരായി തീരണമെന്ന് ദൈവം തമ്പുരാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ 2026 നമ്മുടെയൊക്കെയും ഹോശന്ന ഞായറാഴ്ച വെറും ആചാരമായി തീരാതെ ആചാരങ്ങൾക്കപ്പുറമായിട്ട് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി തീരുവാൻ, സമാധാനത്തിൻ്റെ സന്ദേശം സർവ്വലോകത്തോടും സഹസൃഷ്ടികളോടും പ്രഘോഷിക്കുന്ന വലിയൊരു സമൂഹത്തെ കെട്ടിപ്പുയർത്തുവാൻ വലിയവനായിരിക്കും ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ആ വലിയ വിളി ഏറ്റെടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കർത്താവേ, അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ ഹോശന്ന പെരുന്നാളുകൾ ആഘോഷിച്ചു പോകുന്നു. എന്നാൽ 2026 ഞങ്ങളുടെ ഹോശന്ന പെരുന്നാൾ എൻ്റെ ആത്മീയമായിരിക്കുന്ന ജീവിതത്തിന് ഒരു പുതുക്കത്തിന് കാരണമായി തീരണം, ഒരു പുതിയ മുഖാന്തരത്തിന് കാരണമായി തീരണം. തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്ന സമാധാനത്തിൻ്റെ വലിയ വക്താക്കളായി തീരുവാൻ
ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെയും വിളിക്കുകയാണ്. ആ വലിയ വിളി ഏറ്റെടുത്തുകൊണ്ട് ഈ ഹോശന്നാ പെരുന്നാൾ ആടുവാനായിട്ട്, ഹോശന്നാ പെരുന്നാളിൽ കർത്താവിന് വേണ്ടി സ്തുതിയും സ്തോത്രമർപ്പിക്കുവാനായിട്ട് യെരൂശലേമിലേക്ക് കർത്താവ് രാജാധിരാജാവായിട്ട് കടന്നു വന്നപ്പോൾ തൻ്റെ ജനം കർത്താവിനെ എതിരേറ്റതുപോലെ കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മെയും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും സമ്പൂർണ്ണമായിട്ട് ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനെ വരവേൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.